ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ രാവിലെ 6 മണിയാണ് കേട്ടോ. 6 മണിയല്ല, 6:15. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ കുറേ ദിവസമായിട്ട് ഏരിയ ഒന്നും പോകാറില്ല. ഒത്തിരി നാളായി അത് നിർത്തിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ, ഏരിയ അറിയാമല്ലോ അല്ലേ, എൻ്റെ ഫ്രണ്ട് പല്ലവിയുടെ ഏരിയൽ യോഗ സ്റ്റുഡിയോ ആണ്. അവിടെയായിരുന്നു ഞാൻ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാനൊന്ന് ജിമ്മിലും വേറൊരു ജിമ്മിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ഇന്നൊരു മൂഡ് തോന്നി ഇങ്ങോട്ട് വരാമെന്ന്. അപ്പം ഞങ്ങൾ 6 മണിക്ക് 6:15 ബാച്ചിനകത്ത് ആൾക്കാർ ഒത്തിരി കുറവാണല്ലോ, ഒത്തിരി ഏർലി റൈസേഴ്സ് ഒന്നുമില്ല. അപ്പോൾ എൻ്റെ പഴയ അവരൊക്കെ പറയാണ്, ദീദി ഒത്തിരി മിസ് ചെയ്തു ഞങ്ങളെന്ന് പറയുക. അവർ രണ്ടുപേരും ഞങ്ങൾ 3 പേരായിരുന്നു എപ്പോഴും രാവിലെ മീൻസ് 6:30 ബാച്ചിനകത്തുള്ളത്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ നാളുകൂടിയല്ലേ കാണുന്നത്. അങ്ങനെ സ്റ്റുഡിയോയിൽ വന്നു. പല്ലവി ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. പല്ലവി വീട് താഴെയാണ്, താഴേന്ന് മുകളിൽ, പക്ഷേ സമയമുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോഴാണ് പല്ലവി വന്നത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം എന്നാൽ പിന്നെ നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഹാമക്കല്ല, ഹാമക്കെന്ന് പറയുന്നത് ഒരു ഫ്രണ്ടിലാണ്, എൻ്റെ ബാക്കിൽ ഒരു ബാറ് വെച്ചിട്ടില്ലേ. അപ്പം ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഈ റിസ്റ്റിൽ ബാൻഡ് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട്, അതിങ്ങനെ സ്ട്രെച്ചബിൾ ബാൻഡാണ്, അത് വലിച്ച് പിടിച്ചിട്ട് സ്ക്വാട്സ് പോലത്തെ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ ചെയ്യുക. 50 ചെയ്യുക. ഒരു കൗണ്ട് വെച്ചിട്ടുണ്ട്. ഇത് ടൈമർ വെച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതേപോലെ ഒരു സ്ട്രെച്ചബിൾ ബാൻഡ്, അത് വലിച്ചിട്ട് നമുക്ക് എത്ര നേരം റൺ ചെയ്യാൻ പറ്റുക. ഇതൊക്കെ നമ്മുടെ ഇന്ന് ഫുൾ ബോഡി എക്സസൈസാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ഈ സ്ട്രെച്ച് ബാൻഡാണ്. സ്ട്രെച്ച് ബാൻഡ് നമ്മളുടെ വയറിനകത്തിട്ടിട്ട് കൈകൊണ്ട് ആദ്യം സ്ട്രെയിറ്റ് കാല് പോവും, പിന്നെ അത് കഴിഞ്ഞിട്ട് കാല് മടക്കിയിട്ട് കൈയുടെ മുട്ടിൽ മീൻസ് മുട്ടിക്കുക എന്നുള്ളത്. അപ്പോൾ വേറെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള 2 ഫ്രണ്ട്സും കൂടെ വന്നു കേട്ടോ. അവരും നമ്മളെന്ന് ആഴ്ചയിൽ ഒരു ദിവസം ഇനിയും പല്ലവിയുടെ അടുത്ത് പോയി യോഗ ചെയ്യാമെന്ന് പറഞ്ഞ് അവരും കൂടെയും ചെയ്യുകയാണ്. പക്ഷേ കുറേ ദിവസം കൂടെ നമ്മൾ ഇവരുടെ എക്സസൈസ് എന്ന് പറയുന്നത് വേറെ ഒരു ടൈപ്പാണ് കേട്ടോ. പല്ലവിയുടെ അവിടുത്തെ അത് കൂടുതലും, അതായത് ബോഡി ഷേപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്, വെയിറ്റ് ലോസിനെക്കാട്ടിലും കൂടുതൽ. അപ്പോൾ നമ്മൾ ഒത്തിരി വെയിറ്റ് ഉള്ളവരാണ് അവിടെ വരുന്നതെങ്കിൽ വെയിറ്റ് അത്ര റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ലെന്ന് തോന്നുന്നു. കാരണം കൂടുതലും ബോഡി ഷേപ്പിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു കുറച്ചൊന്ന് ടോൺ ആക്കണം ബോഡിയെങ്കിൽ ഏരിയൽ യോഗ ഈസ് ദ ബെസ്റ്റ് കേട്ടോ. നല്ല രസമാണ്, ചെയ്താൽ നല്ലതുള്ള ഹാമക്കിലുള്ള സ്ട്രെച്ചിങ് ഒക്കെ കൊണ്ട് നമ്മുടെ ബോഡി നന്നായിട്ട് ടോൺ ആവും. ഇതൊരു ഹാഫ് സർക്കിൾ, ഒരു ബോൾ പോലത്തെ ഒരു സാധനമാണ്, ടമ്മിക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സാധാരണ നോർമൽ സൂര്യ നമസ്കാരം ഹാമക്ക് വെച്ചിട്ട് ചെയ്യുകയാണ് കേട്ടോ. പക്ഷേ ഈ സൂര്യ നമസ്കാരം ഹാമൊക്കെ വെച്ച് ചെയ്തിട്ടെന്ന് ഞങ്ങൾ ഹോൾഡാണ് ചെയ്യുന്നത്. അതായത് ഓരോ പോസിലും 25 to 30 സെക്കൻഡ്സ്, ആദ്യത്തെ റൗണ്ട് ചെയ്തപ്പം 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യും. ഞാനത് സ്പീഡിലിട്ട് കാണിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുമ്പം ഓരോ പോസ്ചറും കറക്റ്റായിട്ട്, പക്ഷേ കാല് നമ്മുടെ ഒരു കാല് ഹാമക്കിലായിരിക്കും. അതൊരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ബാക്കി ദിവസങ്ങൾ, അതായത് നമ്മൾ 20-25 മിനിറ്റ്സ് എക്സസൈസ് ചെയ്തിട്ട് ബാക്കി 20 മിനിറ്റ്സോളം സൂര്യ നമസ്കാരം തന്നെ ചെയ്യുകയായിരുന്നു. അത് കഴിഞ്ഞ് സ്ട്രെച്ചിങ്ങും, അതായിരുന്നു ഒരു സെഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പല്ലവി സെഷൻസ് ആയിട്ടാണ് എടുക്കുന്നത്. 6:30 to 7:30, 7:30 to 8:30, അങ്ങനെ ഓരോ സെഷൻസാണ്. അപ്പം ഇതിൽ ഞങ്ങൾ ഓരോ ലഞ്ചസ്, നമ്മുടെ സൂര്യ നമസ്കാരൻ്റെ ആ പോസസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഓരോന്ന് ഹോൾഡ് ചെയ്യുക. അപ്പോൾ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആ സമയം കൊണ്ട് നമ്മുടെ കാല് നല്ല, എൻ്റെ ഇപ്പോൾ കാലിപ്പോൾ വളഞ്ഞായിരിക്കും, കാല് സ്ട്രെച്ച് ആയിരിക്കണം. അങ്ങനെ കറക്റ്റ് പൊസിഷൻ അല്ല കേട്ടോ. പെട്ടെന്ന് നമുക്കങ്ങനെ കറക്റ്റ് പൊസിഷൻ ചെയ്യാനും പറ്റത്തില്ല. നല്ല ടഫാണ് കേട്ടോ ഇതിപ്പോൾ കേട്ടോ. താഴോട്ട് നമ്മൾ വരത്തില്ല, മീൻസ് ഡൗൺവേർഡ് ഫേസിങ് ഡോഗ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മുടെ പുറം എത്ര നമുക്ക് താത്താൻ പറ്റുമോ അത്രയും നമ്മൾ താത്തുകൊണ്ട് ഇരിക്കാം. സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് ഫുൾ ബോഡി എക്സസൈസ് ഉള്ള ദിവസം എല്ലാം ചെയ്യിപ്പിക്കുന്നതാണ്. ഫുൾ ബോഡി എക്സസൈസിന് ഏറ്റവും നല്ല എക്സസൈസാണ് സൂര്യ നമസ്കാരം. ഹാമക്ക് വെച്ചിട്ടല്ലെങ്കിലും ഒരു നോർമലായിട്ടൊരു സൂര്യ നമസ്കാരം ഒരു 6 റൗണ്ട് എന്ന് പറയുമ്പോൾ 12, 2 കാലിലും വെച്ച് വരുമ്പം 12 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് ഓരോ ദിവസവും ചെയ്താൽ അത് നല്ല എഫക്റ്റീവാണ് കേട്ടോ. ഓരോ ബോഡി പാർട്സിനും ഏറ്റവും നല്ലത്. അതായത് നമുക്കൊന്നും ചെയ്യാൻ സമയമില്ലെങ്കിൽ നമ്മൾ സൂര്യ നമസ്കാരം മാത്രം ചെയ്യുക. എനിക്ക് ജലദോഷമാണ് കേട്ടോ, അതാണ് ഒച്ചയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, ഒന്ന് ക്ഷമിച്ചേക്ക് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പൊസിഷനിൽ വന്നിട്ട് ഇത് പുഷപ്പാണ് ചെയ്യുന്നത്. പുഷപ്പ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഫുൾ പുഷപ്പ് ചെയ്യാൻ നല്ല പാടാണല്ലോ. അപ്പം നമ്മൾ മുട്ട് തറയിൽ വെച്ചിട്ട് പുഷപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ പൊസിഷൻ ഹോൾഡ് ചെയ്യുക. അങ്ങനെ എല്ലാം കുറച്ച് ഹോൾഡിങ് എക്സസൈസസ് ആയിരുന്നു കേട്ടോ.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം പിന്നെ ഞങ്ങൾ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞങ്ങൾ അവരുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ മെഹന്തിക്ക് വേണ്ടി വന്നിരിക്കുന്നത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡെക്കറേഷൻസ് ഒന്ന് നോക്കാൻ വന്നിരിക്കണം. അവരുടെ പുതിയ വീട് മീൻസ് പടുതുകൊണ്ടിരിക്കുന്ന വീട്ടിലാണ് ചെയ്യുന്നത്. അതായത് ഒന്നും ഫർണിഷ്ഡൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ആ ഹോളൊന്ന് ചെറിയതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് അവളുടെ ഷെഫാലിയുടെ പിള്ളേർ കൊടുത്ത സർപ്രൈസ് മെഹന്തിയാണ് കേട്ടോ. ഒരു ദിവസം മുമ്പാണ് പിള്ളേർ വരാൻ, നാളെ അമ്മയുടെ മെഹന്തി എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് നമ്മൾ മൈലാഞ്ചി ഇടുന്ന പോലെ അവർ വെഡിങ് ആനിവേഴ്സറിക്ക് മുമ്പ്. അപ്പോൾ പിള്ളേർ തന്നെ കുറച്ചൊക്കെ സെറ്റാക്കി, പിന്നെ ഞങ്ങളൊന്ന് വേറെ ആൾക്കാരെ വിട്ട് കുറച്ച് ഹെൽപ്പ് ചെയ്യിപ്പിച്ചു. അപ്പം വീടെന്ന് പറയുന്നത് അത് ഒന്നും ആയിട്ടില്ല, ഫിനിഷ് ആവാത്തൊരു വീടിനകത്ത് വെച്ചിട്ട് മെഹന്തി ചെയ്യാണ് കേട്ടോ. അപ്പം ഞാനും അൽക്കയും കൂടെ ഒന്ന് വൈകുന്നേരം ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് അവിടെ വന്ന് നോക്കിയപ്പം ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഈ മെഹന്തി ചെയ്യുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു, നമുക്കൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാനും അൽക്കയും കൂടെ ഒരു ജ്വല്ലറി ഷോപ്പിൽ വന്നിട്ട് നമ്മുടെ വെള്ളിയുടെ പാദസരം വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരവിടെ ഇരിക്കുമ്പോൾ ആ സമയത്ത് പാദസരം കൊണ്ടിടാമല്ലോ എന്ന് വെച്ചിട്ട് ബാക്കി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഇവിടെ പോയി, അപ്പോൾ ഞങ്ങൾ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല, ഭയങ്കര ടയേർഡായിരുന്നു. അപ്പം ഞങ്ങളവിടെ പോയി ഒരു മാഗി പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഒരു ചായയും മാഗിയും ഒക്കെ കഴിക്കുകയാണ് കേട്ടോ. ആൾക്ക് നേരെ ക്ലിനിക്കിൽ നിന്ന്, ആൾക്ക് ഗൈനക്കോളജിസ്റ്റാണ് കേട്ടോ, ക്ലിനിക്കിൽ നിന്ന് വന്ന പടിയാണ്. ഉച്ച തൊട്ട് നമ്മളുടെ കൂടെ ഇങ്ങനെ നടന്നൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഷോപ്പേഴ്സ് സ്റ്റോപ്പിൽ ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ മാഗി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് കേട്ടോ മെഹന്തിയുടെ ഫംഗ്ഷൻ. അപ്പോൾ അത് അന്നത്തെ ഫുൾ ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. അപ്പോൾ ഞാൻ ചായ കുടിച്ചു, ഞാൻ പിന്നെ ലഞ്ച് കഴിച്ചിരുന്നു. അപ്പോൾ ആൾക്കോട് ഞാൻ പറഞ്ഞു നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് മാഗി കഴിക്കും. പക്ഷേ ഭയങ്കര ഉപ്പായിരുന്നു കേട്ടോ. ബാക്കി നല്ല ടേസ്റ്റിയാണ് അവിടുത്തെ മാഗി, പക്ഷേങ്കിൽ ഉപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ പെട്ടെന്ന് ഓടിപ്പാഞ്ഞ് ഷോപ്പേഴ്സ് സ്റ്റോപ്പിൽ വന്നു. അവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു, ഈ മെഹന്തിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. അപ്പം നമ്മൾ ഫ്രണ്ട്സ് എല്ലാം ഹെൽപ്പ് ചെയ്തെങ്കിലല്ലേ പറ്റത്തുള്ളൂ. പെട്ടെന്ന് കാര്യങ്ങൾ തലേ ദിവസമാണ് പിള്ളേർ പറയുന്നത്, അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഇവരുടെ ഫങ്ഷൻസ് പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അങ്ങനെ അവിടെ ഗിഫ്റ്റ് ഇവിടെ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളും കൂടി ഹെൽപ്പ് ചെയ്തു. പിന്നെ കേറ്ററിംഗുകാരെന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ആൾക്കാരെ വിളിച്ചിട്ട്, ഇപ്പോൾ അങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിൽ അവർ വരും, നമ്മളൊന്നും അറിയണ്ട, അവർ ഗസ്റ്റ് വരുന്നതനുസരിച്ച് എല്ലാം സെർവ് ചെയ്തുകൊണ്ടിരിക്കും. സ്നാക്സും അവർ തന്നെ നമ്മുടെ കിച്ചൺ യൂസ് ചെയ്ത്. അപ്പോൾ അവരുടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒന്നും ആയിട്ടില്ല കേട്ടോ, അതെല്ലാം യൂസ് ചെയ്ത് അവർ തന്നെ ഉണ്ടായിക്കോളും. അങ്ങനെ ആൾക്കാരിങ്ങനെ 5:30 തൊട്ടായിരുന്നു, പകുതി വർക്കിംഗ് ഡേ ആണ്ട് ആവശ്യമുള്ള സമയം, മീൻസ് എല്ലാവർക്കും സമയം കിട്ടുന്നതിനനുസരിച്ച് എല്ലാവരും വന്നിട്ട് പോകും. അപ്പോൾ കുറച്ച് മൈലാഞ്ചി ഇടാനായിട്ട് കുറേ ആൾക്കാരെ അവിടെ നിരത്തി ഇരുത്തിയിട്ടുണ്ട്. വരുന്നവരെ എല്ലാം മൈലാഞ്ചി ഇടിക്കും, അതാണ് അവരുടെ ചടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൊട്ടാനും പാടാനും ഒക്കെ ആൾക്കാരെ ഇങ്ങനെ ഇരുത്തിയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കിച്ചണിൽ കയറി നോക്കിയതാണ്. അവളുടെ കിച്ചണ് പാവാമൊന്നും ആയിട്ട് പോലും ഇല്ല, ആദ്യമായിട്ട് ഒന്നും ഫുള്ളി വർക്കിംഗ് കണ്ടീഷനിലല്ലല്ലോ, താമസിക്കാൻ തുടങ്ങിയിട്ടില്ല അവർ. അപ്പോൾ അവിടെ ഇത് ഞങ്ങളുടെ സ്നേഹപ്രകടനമാണ് കേട്ടോ, കിച്ചണിൽ വെച്ചുള്ള സ്നേഹപ്രകടനമാണ്. ഇതാണ് ഷെഫാലി, ഷീ ഈസ് ഓൾസോ ഡോക്ടർ, അവൾ പാത്തോളജിസ്റ്റാണ്. അപ്പം ഭയങ്കര സിമ്പിൾ ആൻഡ് ഒരു ഇലഗൻ ലേഡി. ഞാൻ അറിയുന്ന ഒരു ലേഡീസിൽ വെച്ചിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആൻഡ് ഇലഗൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ് അവൾ. അപ്പം അവരുടെ എല്ലാ മെനു ഒക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അത് കഴിഞ്ഞ് അപ്പം നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും അറിയണ്ടല്ലോ, അവർ തന്നെ ഉണ്ടാക്കിക്കോളും. ചൂട് ആ സമയത്ത് വരുന്നതനുസരിച്ച് അവർ സെർവ് ചെയ്തോളൂ. അതായത് ഉച്ച തൊട്ട് ചായ വേണ്ടവർക്ക് ചായ, അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഡിന്നർ വരെ. അതായത് രാത്രി അവർ 12 മണി വരെ നിൽക്കാമെന്നുള്ള ഇതിലാണ് അവർ വന്നത്. ഒരു 11 മണിയായപ്പോൾ വന്നതാണ്. അപ്പം തൊട്ട് വരുന്ന ആൾക്കാർക്ക് അവരിങ്ങനെ ഏതെങ്കിലുമൊക്കെ സ്നാക്സ് ഫുൾ ഡേ അവരിങ്ങനെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങളിങ്ങനെ ഇത് നമ്മുടെ വാങ്ങിക്കൊണ്ട് വന്ന പാദസരം ഒരു തട്ടിലാക്കിയിട്ട് അവരവിടെ ഇരിക്കുകയാണ് കേട്ടോ. അവരവിടെ തിരിച്ചിരുത്തിയിട്ട് കാലിലിടാം. അപ്പോൾ അവരിങ്ങനെ അവിടെ അപ്പുറത്തത് വായിക്കുന്നുണ്ട് കേട്ടോ, ഞാനൊന്ന് കേൾപ്പിക്കാതെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരുങ്ങിയിട്ട് പൈസ
വേണ്ടപ്പെട്ടവർക്ക് അവർക്ക് വായിക്കുന്നവർക്കൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതായത് സമയത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പല പല സമയത്തായിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇത് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആഹാരം ആദ്യം കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കയ്യിൽ മെഹന്തി ഇടാൻ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഡ്രൈവർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ നമുക്ക് മെഹന്തി ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് അവരുടെ ഒരു സ്കൂളിൽ പഠിച്ചൊരു കുട്ടി അവരുടെ കൂടെ പഠിച്ച സ്കൂളിലുണ്ടായിരുന്ന കുട്ടി അവർ വന്നതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഫുഡ് വിശക്കുന്നുണ്ടായിരുന്നല്ലോ. ഞങ്ങൾ ഹംഗ്രി ബേർഡ്സ് ആയിരുന്നു കേട്ടോ ഞാനും ആൾക്ക് ഫുൾ ടൈം. കാരണം അതും ശരിക്കും ഒന്നും കഴിക്കാനും പറ്റില്ല. ഇത് ഷെഫാലിയുടെ ബ്രദറിൻ്റെ വൈഫാണ്, പുള്ളിക്കാരിയാണ് വീഡിയോ ഒക്കെ എടുത്തത് നന്നായിട്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഇവരുടെ ഡാൻസ് ഇതാണ് കേട്ടോ. ഇത് കൊട്ടുന്നതിനും പാടുന്നതിനും കുറച്ച് ഡാൻസൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് കഴിക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഏതാദ്യം കഴിക്കേണ്ട സ്നാക്സ് കഴിക്കാം എളുപ്പം. അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേനും നമുക്ക് 8:30 ആയി കേട്ടോ. അത് കഴിഞ്ഞ് മൈലാഞ്ചി ഇടണം, വീട്ടിൽ പോകണം, പിറ്റേ ദിവസം പിന്നെ വരാനുള്ളതാണ്. അപ്പം ഞങ്ങൾ ആദ്യം ഷെഫാലിയുടെ അവിടെ ആൽക്ക പറഞ്ഞ് ഞാൻ നോക്കട്ടെ എന്തൊക്കെയുണ്ട് കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സ്നാക്സ്, ഇപ്പോൾ ഡിന്നർ കഴിക്കാൻ നിൽക്കത്തില്ല, സ്നാക്സ് ആണ് ഞങ്ങൾ കഴിച്ചേയില്ലായിരുന്നല്ലോ. എന്തൊക്കെയോ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് മെഹന്തി വരട്ടാനായിട്ടിരുന്നു. അപ്പോൾ ഇവർ ഈ മെഹന്തി എന്ന് പറയുന്നത് പെട്ടെന്ന് ഇട്ട് കഴിയും കേട്ടോ. ഞാനിങ്ങനെ ബേലെന്ന് പറയുന്നത്, അതായത് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ട് അങ്ങ് നഖത്തിൻ്റെ അറ്റം വരെ പോകുന്നത്, അങ്ങനെ സിമ്പിൾ രീതിയിൽ അകത്തും പുറത്തും ഒക്കെ ചെയ്യിപ്പിച്ചു. ഒരു 20 മിനിറ്റ് എടുത്ത് കാണും കേട്ടോ. 20 മിനിറ്റ് പോലും എടുത്തില്ല, 15 മിനിറ്റ് കൊണ്ട് ഇട്ട് കഴിഞ്ഞു. പിന്നെ ഒരു 15 മിനിറ്റ് ഞാൻ കുറച്ചൊന്ന് ഉണങ്ങാൻ വേണ്ടി ആൾക്കയ്ക്ക് ഞാനിരുന്നിട്ട് തന്നെ ഞാൻ ആൾക്കായിരുന്നു. അപ്പോൾ ആൾക്കയ്ക്ക് വേണ്ടി എനിക്ക് വെയിറ്റ് ചെയ്യണമായിരുന്നു. ഞങ്ങൾ എല്ലാവരും വരാൻ പറ്റിയില്ല കേട്ടോ. ഓരോരുത്തർക്കൊക്കെ ഓരോ എൻഗേജ്മെൻറ്റ്സ് ആയിപ്പോയി. ഞങ്ങൾ 3 പേര് മാത്രമേ വന്നിട്ടുള്ളായിരുന്നു, ഞാൻ, ആൽക്ക, രാശി. അപ്പം ഞങ്ങൾ 3 പേരെ ഇട്ടുള്ളൂ. ബാക്കി അവർ 3 പേരും കൂടെ വരാനാണ്, അവർ നാളെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ മെഹന്തി ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലൊരു രസമായിരുന്നു. ഹെക്റ്റിക് ആണെങ്കിലും പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനുള്ള വാല്യൂ പിന്നെയും ഞാൻ പറയുകയാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി അതൊക്കെ ചെയ്യുക. അങ്ങനെ സന്തോഷമായിട്ട് നല്ല രസമായിരുന്നു. തീരെ ടയേർഡാണ്, പക്ഷേങ്കിൽ ഞങ്ങൾ നമ്മുടെ ആ ഒരു സന്തോഷത്തിനിടയിൽ ടയേർഡ്നെസ് അറിയത്തില്ലല്ലോ. അങ്ങനെ ഷെഫാലിയുടെ മെഹന്തി കഴിഞ്ഞു. ഇനിയും പിറ്റേ ദിവസമാണ് ഫങ്ഷൻ, അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോ. ഏറ്റവും ലാസ്റ്റാണ് കേട്ടോ ഷെഫാലി മെഹന്തി ഇടാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ടൊന്നും കൂടുന്നില്ല കേട്ടോ. എനിക്കറിയത്തില്ല എല്ലാവരും കാണുന്നുണ്ടോ ഒന്നും അറിയത്തില്ല. വ്യൂസൊക്കെ 100, 150 ഒക്കെ ചിലപ്പോൾ കണ്ടു, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് അത്രയില്ല. അപ്പോൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലക്ഷ്മി, ബൈ.